ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് വൈകിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ചായ കുടിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും ആകാശം മുഴുവൻ കറുത്തിരണ്ടിട്ടാണ് കേട്ടോ നിൽക്കണേ. അപ്പോൾ ആ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. ഇവയുടെ ഓഫീസിൻ്റെ പിൻഭാഗമാണ്. ഓഫീസിന് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് 2 റോഡുകളുണ്ട്. ഇതൊരു ഇട റോഡാണ്. പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്തു കൂടിയാണ്. നമ്മുടെ താഴത്തെ ഫ്ലോറിൽ ആയുഷ്മാൻ എന്ന് പറഞ്ഞൊരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അവരുടെ പാർക്കിംഗ് ആണ് സെക്കൻഡ് മെയിൻ റോഡിൽ നിന്ന് കയറുമ്പോൾ കിട്ടുക. മഴക്കാറ് മാത്രമല്ല കേട്ടോ, അത് കാറ്റാണ്, നല്ല കാറ്റാണ്. ആ താഴെ കിടക്കുന്ന വണ്ടികളുടെ കവറൊക്കെ നോക്കി അറിയാൻ പറ്റും. കാർ കിടക്കാൻ മറന്നുപോയാലോ എന്ന് തോന്നുന്ന കാറ്റാണ്. ഞാൻ ഫോണ് പുറത്തേക്ക് വെച്ചിട്ടാണ് വിൻഡോ കൂടെ വീഡിയോ എടുക്കണേ. അപ്പോൾ ശരിക്കും പേടിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കുക. ഞാൻ 6 മണി കഴിഞ്ഞിട്ട് ചെക്കിങ് നേരം വൈകിട്ടാണെങ്കിലും ചെക്കൗട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. 6 മണി 6:10 ആകുമ്പോഴേക്കും ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. ഇന്ന് വീട്ടിൽ പോകുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്നും കൂടെ കഴിഞ്ഞാൽ നാളെ രാവിലെ എൻ്റെ കെട്ടിയൻ വരും. അതിൻ്റെ സന്തോഷമാണ് ഈ പല്ലിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് ആളെത്താറായി. എന്താ പറയുക, ദിവസങ്ങൾ തന്നെ കാത്തിരുന്നു. 1.5 മാസം മുന്നേ ടിക്കറ്റ് എടുത്താണ്. നമ്മൾ പ്ലാൻഡ് ലീവ് തന്നെയായിരുന്നു. അപ്പം തൊട്ട് ടിക്കറ്റ് എടുത്തപ്പോൾ ഇന്ന ദിവസം വരും എന്നുള്ള കാത്തിരിപ്പാണല്ലോ. 1 മാസം 1.5 മാസം ആയിട്ടിരിക്കണ ഇരിപ്പാണ്. ഓരോ ദിവസം എണ്ണി ഒരാഴ്ചയും കൂടി ഓഫീസിൽ പോകണ്ടോ, 2 ദിവസം കൂടി ഓഫീസിൽ പോകണ്ടോ. ഇന്ന് രാവിലെ പോകാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇന്നും കൂടി ഓഫീസിൽ പോകണ്ടോ, പിന്നെ തിങ്കളാഴ്ച തൊട്ട് പോകുമ്പോൾ അവിടെ ആളുണ്ടാവും എന്നുള്ളൊരിത്. അങ്ങനെ കാത്തിരുന്ന് അവസാന ദിവസം എത്തി. എന്താ പറയുക, നമ്മളൊരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ ഇത് വെറും ചുമരുകളാണ്. സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലം, ഒരു ബിൽഡിങ്. അതിനൊരു വീട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലുമൊക്കെ വേണം. മമ്മി ഉണ്ടായിരുന്നപ്പോൾ കാത്തിരിക്കാൻ ഒരാളുണ്ടായിരുന്നു എന്ന് പറയാം. നമ്മൾ വരുന്ന സമയത്ത് എത്ര ദിവസം ഒറ്റയ്ക്കായിരുന്നല്ലോ. ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്ന ആളാണ് ഇനി വരാൻ പോണത്. അപ്പം നാളെ തൊട്ട് വീട് എന്നുള്ളത് സ്വർഗം എന്നുള്ളതാവാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്, സന്തോഷത്തിലാണ്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അവിടെ ഒക്കെയല്ലേ വർക്ക് ചെയ്യണത്. ജോബിച്ചിന് അവിടെ കയറിയതിന് ശേഷം 10 വർഷമായിട്ട് ഒരു കമ്പനിയിൽ തന്നെയാണ്. ഞാനിത് 4ാമത്തെ കമ്പനിയാണ്. അപ്പോൾ ആദ്യം ട്രിവാൻഡ്രത്തുള്ളപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കല്യാണത്തിന് മുന്നേ ആയിരുന്നു. ഫോൺ വിളിയൊക്കെ തുടങ്ങിയ സമയം. പിന്നെ ലോക്ക്ഡൗൺ ആയിട്ട് കല്യാണം മാറ്റി വയ്ക്കേണ്ടിയൊക്കെ ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പിന്നെ പോയില്ല. പിന്നെ പോയത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ അത്രയും എന്താ പറയുക, അകലത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പോയി നമ്മളെ ബാഗും ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത് വന്നു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വർക്ക് ചെയ്ത സ്ഥലമൊന്നും കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ട അറിവുകളേ ഉള്ളൂ. ഓഫീസും ക്ലോസ്ഡ് ആയിരുന്നു ആ സമയത്ത്. മൊത്തം ലോക്ക്ഡൗൺ അല്ലായിരുന്നേ. നമുക്കും എവിടെയും പോകാൻ പറ്റില്ല. ജസ്റ്റ് പോയി ബാഗ് എടുത്ത് തിരിച്ചു വന്നു. അതായിരുന്നു അവസ്ഥ. പിന്നെ 2ാമത്തത് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് ഫ്ലാറ്റ് എടുത്തിട്ട് നിന്നായിരുന്നേ. അവിടെ ഉണ്ടാവാൻ പറ്റിയില്ല. അപ്പോഴേക്കും എനിക്ക് ജോലി മാറ്റം കിട്ടി. ഇൻഫോ പാർക്കിൽ തന്നെ വർക്ക് ഫ്രം ഹോം ഉള്ള കമ്പനിയിൽ കിട്ടി. അപ്പോൾ പിന്നെ വരുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ ജോലി സ്ഥലമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഗൾഫിൽ പോയി. ഇപ്പോൾ ഇതേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ആളെൻ്റെ കൂടെ ഉണ്ടാവണത്. കൂടെ ഉണ്ട്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു കൂടുതലും. ഗൾഫിലുള്ളപ്പോഴും വർക്ക് ഫ്രം ഹോം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ നാട്ടിൽ വരുമ്പോഴും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ വർക്ക് ചെയ്യണ ഒരു സ്ഥലം അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലം, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഗൾഫിൽ പോയപ്പോൾ ജോബിസിൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി എക്സൈറ്റഡ് ആണ്. അറിയാലോ, IT കമ്പനീസ് എന്നൊക്കെ പറയുമ്പോൾ ഫുള്ള് ആൾക്കാരുള്ളതാണ്. ഞാനൊക്കെ ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്താ പറയുക, വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരാൻ വരിക, അല്ലെങ്കിൽ ഹസ്ബൻഡ് പിക്ക് ചെയ്യാൻ വരിക, അല്ലെങ്കിൽ 2 പേരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് ഒരേ ടീമിൽ വർക്ക് ചെയ്യണവർ. അപ്പം നമ്മുടെ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രൊഫഷനാണ്. അതും കൂടാതെ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് പിക്ക് ചെയ്യാനൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നാ അങ്ങനെയൊക്കെ ഉണ്ടാവുക, എന്നെ കൊണ്ടുവരാൻ വരിക, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒന്നും പാകല്ലേ, നമ്മുടെ ഇവിടെ സ്കൂട്ടിയും കാറൊന്നും നമ്മൾ എടുത്തിട്ടില്ല വീട്ടിൽ നിന്ന്. എങ്കിലും എൻ്റെ ഓഫീസും കാര്യങ്ങളും ഞാൻ താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ, കാണിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇതൊരൊറ്റയ്ക്ക് ആയതുകൊണ്ട് എന്താ പറയുക, ഒറ്റപ്പെടൽ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേരം പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് കണ്ടിന്യൂസ്ലി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്. വേറെ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടല്ല, ശരിക്കും എനിക്കൊരു നേരം പോക്ക് എന്നുള്ള രീതിക്കാണ് ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ കുറച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. പക്ഷെ നാളെ തൊട്ട് ഞാൻ ബിസി ആയിരിക്കും.
അതുകൊണ്ട് ഇനി വീഡിയോസ് ഇടാൻ പറ്റുമോ അങ്ങനെയൊന്നും അറിയില്ല. ഓഫീസിൽ പോകണം, എന്താ പറയുക, കുടുംബിനിയാണ്. ഓഫീസിൽ പോകണം, എല്ലാ കരിയറും ലൈഫും ബാലൻസ് ചെയ്യണം. അപ്പോൾ നാളെ തൊട്ട് ഏതാ ഇങ്ങനെയാണെന്നൊക്കെ നോക്കാം. എന്തായാലും നല്ല ദിവസങ്ങളാവട്ടെ. ലൈഫിൽ ഇപ്പോഴും ഓർത്ത് വയ്ക്കാനുള്ള കുറച്ചധികം മെമ്മറീസ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്യാനൊന്നല്ലെങ്കിലും ഞാൻ ഫോൺ സ്വന്തമായിട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ പപ്പ മേടിച്ചെന്താ, അതും ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഫോൺ കിട്ടണത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ കഴിക്കുന്ന ഒരു നല്ല ഫുഡ്, അല്ലെങ്കിൽ ഞാൻ പോകുന്ന നല്ലൊരു സ്ഥലം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ഫോട്ടോസോ വീഡിയോസോ എടുക്കാറുണ്ട്. പക്ഷെ ഇതുവരെ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ ലാപ്പിൻ്റെ ആയാലും ഫോണിൻ്റെ ആയാലും ഒക്കെ മെമ്മറി ഫുൾ ആവാറാണ് പതിവ്. പിന്നെ ഇത് എവിടെയെങ്കിലും കളയാതെ എടുത്ത് വയ്ക്കണമെന്ന് തോന്നിയപ്പോഴാണ് എന്തുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൂടാ, കാണുന്നവർ കണ്ടാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം. ഞാൻ പറഞ്ഞു എന്നത്, നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ പുറത്ത് കാണണമെന്ന് ആരും വിചാരിക്കില്ല. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ വിചാരിക്കാറില്ല ഞാൻ കരയണത് ആരെങ്കിലും കാണണം എന്ന്. ഞാൻ ആരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ കരയാറുമില്ല. വളരെ പ്രിയപ്പെട്ട കുറച്ച് പേരുടെ മുമ്പിൽ വെച്ച് മാത്രമേ ഞാൻ കരയാറുള്ളൂ, കരഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരാൾ നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് സ്വയം തോന്നിയാലല്ലേ സന്തോഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ വിഷമം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. രണ്ടും എനിക്ക് ഒരുപോലെയാണ്. ചെറിയ കാര്യം കിട്ടിയ കരയും, ചെറിയ കാര്യം കിട്ടിയ സന്തോഷിക്കും. പക്ഷെ സന്തോഷിക്കുന്ന മൊമെൻറ്റ്സൊക്കെ ഞാൻ ഇതുപോലെ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണിതും. പോസ്റ്റ് ചെയ്യോ ഇല്ലയെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ സന്തോഷം എനിക്ക് ആരോടെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ അപ്പോൾ നോക്കാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അതുവരേക്ക് ബൈ ബൈ. എന്തായാലും ഞാൻ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യണ്ട, അല്ലെങ്കിൽ വീഡിയോസൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കണ്ടേ ഞങ്ങൾ ഒന്നിച്ചുള്ളത്. അപ്പം അങ്ങനെ ബൈ ബൈ. അപ്പം നമുക്കിനി ചെറിയ അലങ്കോലപ്പണികളുണ്ട്. അലങ്കാരം എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു, പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ സ്കൂളുണ്ടെന്ന്, അപ്പം അതിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നുള്ള ഒരു ഐഡിയയിൽ മേടിച്ചതാണ്. സത്യം പറഞ്ഞത് ബർത്ത്ഡേയുടെ ബലൂണാണ്. അതുകൊണ്ട് ഞാൻ അത് ഐഡ് ചെയ്തിട്ട് ആ ഭാഗം നോക്കിയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വെച്ചാലും ശരിയാവാതെ എങ്ങനെയൊക്കെയോ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഒരെണ്ണം അപ്പം തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി നാളെ രാവിലെ ആൾ വരണവരെങ്കിലും അതൊന്ന് അവിടെ നിന്നാൽ മതിയായിരുന്നു എന്നുള്ളത്. ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഒരുവിധം ഭംഗിയൊക്കെ നോക്കി ഒപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെ അവസ്ഥ. കുറച്ച് പോസൊക്കെ ഇട്ടതാണ്, ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ കാട്ടിക്കൂട്ടിൽ. അതുപോലെ ഒരു വെൽക്കം ബോർഡും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കയറുന്ന വഴിക്ക് തന്നെ ഒട്ടിച്ച് വെച്ചു. ഇനി നാളെ എന്താ ഏതാണെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി കുറച്ച് മൈലാഞ്ചി ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് നേരം വെളുപ്പിച്ചു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.